സാഗറാണ് നിന്റെ പെണ്ണിനെയും കൊണ്ടുപോയത്. നീ മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വിലക്കെടുത്തവൻ തന്നെയാ നിന്റെ പെണ്ണിനെയും കൊണ്ടുപോയത്. അതിന് സാക്ഷി ഞാനും എന്റെ കൂട്ടുകാരും. ഞങ്ങൾ തന്നെയാ മുന്നിൽ നിന്ന് അവരുടെ വിവാഹം നടത്തി കൊടുത്തത്. എന്നാലും അവൻ എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനേക്കാളും വലിയ ചതിയല്ലേടാ നിന്റെ മുറപ്പെണ്ണ് നിന്നോട് ചെയ്തത്. അല്ല, അതിലവളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിന്നെപ്പോലെ ഒരുത്തന്റെ കൂടെ ജീവിതകാലം മുഴുവനും പിടിച്ചു നിൽക്കാൻ ഒരു പെണ്ണിന് കഴിയില്ല. നിനക്ക് വേറെ കാമുകിമാരും അതിൽ കുട്ടികളും ഇല്ലേടാ. പിന്നെ ഒരുത്തി പോയെങ്കിൽ പോട്ടെ എന്ന് കരുതി നീ അതിൽ ആരെങ്കിലും ഒരാളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതല്ലേ നല്ലത്? എടാ മേഘ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ മഹാലക്ഷ്മിയോടും കണ്ണൻ സാറിനോടും ചെയ്യുന്ന ചതിക്ക് നീ ചിന്തിക്കാത്ത തിരിച്ചടി തന്നെ ഞാൻ തന്നിരിക്കുമെന്ന്. നിന്റെ ഭാര്യയും സാഗറും തമ്മിൽ അടുപ്പമാണെന്ന് എനിക്കറിയായിരുന്നടാ. അത് മനസ്സിൽ വെച്ചിട്ടാ ഞാനന്ന് അങ്ങനെ പറഞ്ഞത്. ഇനി നിന്റെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട് ആത്മാഭിമാനം പോയ നിനക്ക് മരിക്കാം. അതല്ലെങ്കിൽ ഇതൊക്കെ മറന്നിട്ട് നിനക്ക് നിന്റെ ലോകത്ത് ജീവിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സാഗറിനെ മഞ്ജുവിനെ ഒന്നിപ്പിച്ചത് ഞാനാ. അതുകൊണ്ട് ഇനി അവരുടെ വഴി നീയായിട്ട് മുടക്കരുത്. അവരെ ജീവിക്കാൻ അനുവദിക്കണമെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് നീ ഒരു തടസ്സമായ നീ പിന്നെ ഇല്ലാന്ന് തന്നെ കൂട്ടിക്കോ. ആദ്യം പറഞ്ഞതിനാടാ നല്ലത്. കെട്ടിയ പെണ്ണിനെ 1 മാസം പോലും തികച്ചു കൂടെ താമസിപ്പിക്കാൻ കഴിയാത്ത നിന്നെ ഇനി ആണെന്ന് വിളിക്കാൻ പറ്റില്ല. ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാനും പറ്റില്ല. അതുകൊണ്ട് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ മരണം തന്നെയാ ഏറ്റവും നല്ല പോംവഴി. പക്ഷേ അതും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എന്നാലും അവനെന്നോട് ഈ വഞ്ചന കാണിച്ചല്ലോ. അവനെ പോലെ ഒരുത്തനെ എങ്ങനെ അവള് സ്നേഹിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താടാ മേഘ, നിന്റെ കവിളത്ത് പാടൊക്കെ ഉണ്ടല്ലോ. മേഘ, നിന്നെ ആരെങ്കിലും തല്ലിയോ? പുറമേ ഉള്ള മുറിവൊന്നും നോക്കണ്ട അപ്പച്ചി. എന്റെ മനസ്സ് കുത്തി കീറിട്ടല്ലേ അവള് പോയത്. മോനെ മേഘ, അവളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? അതറിഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പച്ചി. വിളിക്കുന്നവരെ, ആ കണ്ണനെ മഹാലക്ഷ്മി വിളിക്ക്. ഓ, എത്തിയല്ലോ.
എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നടാ കണ്ണ. എന്താടാ? എന്നെക്കാളും മുമ്പ് നീ എല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ.